മൾട്ടിപ്പിൾ സാധനം ഒരേ സാധനം തന്നെ ആൾക്കാരെ കൊണ്ട് സ്പാം ചെയ്യിപ്പിക്കുക, പിന്നെ ഈ കൊച്ചുപുണ്ടകൾ വന്ന് നിന്ന് മെഴുകുക, ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വൈഫും ഇന്നലെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്കകത്ത് വന്ന കമൻ്റാണ്. ഇത് കണ്ട, ഇത് മൾട്ടിപ്പിൾ, ഇത് ഒഫീഷ്യൽ രാജ ക്യൂബ്, ഇതെല്ലാം മറ്റേ ബംഗാളിയും അവരിവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാ. കൊട്ടവാസ് കാരണം സ്നേഹയും ചന്ദ്രൻ ബ്രേക്കപ്പ് ആയി. കൊട്ടവാസ് സ്നേഹ UK പോയപ്പം പുതിയ പെണ്ണിനെ ചന്ദ്രന് സെറ്റാക്കിയത്. എടാ, ആൾക്കാർ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവുമെന്ന്. ഇതൊക്കെയാണ് റിയൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷനും, ഇതൊക്കെയാണ് റിയൽ ആയിട്ടുള്ള ഇതും. മനസ്സിലായി? ഇതാണ് ശരിക്കുള്ള ഫ്രസ്ട്രേഷൻ. ഞാൻ പറയാം, ഡ്രീമറും ചന്ദ്രന്റെ സ്നേഹയുടെയും കാര്യം ചന്ദ്രന്റെ ലൈവിൽ അവൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് കാര്യം എന്നൊക്കെ. അവർ മ്യൂച്വലി എടുത്തൊരു ഡിസിഷനാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും അഭിപ്രായം പറയാനും ഇതാക്കണ്ട. പബ്ലിക്കലി അത് ഇതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അവൻ്റെ സൈഡ് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അവനെ അത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചും അവനെ ഡൗൺ ആക്കാതിരിക്കുക, ദയവ് ചെയ്ത്. സോ ഈ ഒരു സാധനം ഇതുപോലെ മൾട്ടിപ്പിൾ ടൈംസ് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലും എൻ്റെ അക്കൗണ്ടിലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാൻ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ട്രിഗറായി തുടങ്ങിയത്. മനസ്സിലായി? ഇതൊന്നും ലൈക്ക് അറിയാം, അവന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്ന് ചെയ്താൽ പോലും അവനെ ഞാൻ പൊക്കുന്ന അറിയാം. അതുകൊണ്ടാണ് ഈ പറയണ രീതിയിലത്തെ മറ്റേ ബോട്ടിംഗ് പരിപാടി ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ആരാ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരേ കമൻറ്റ് കൊടുത്തേക്കണ്ട, ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്. ഇതുണ്ട്, ഒറ്റ കമൻറ്റ് തന്നെ പല അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ആവും. ഇതിന് ബോട്ടിംഗ് എന്ന് പറയുന്നതിന്, ഇതിനെ ബോട്ടിംഗ് എന്ന് പറയും ശരിക്കും. ഇതിങ്ങനെ എൻ്റെ അക്കൗണ്ട്, ഇപ്പോൾ ഡ്രീമറിൻ്റെ അക്കൗണ്ട്, സ്നേഹയുടെ അക്കൗണ്ട്, വൈഫിൻ്റെ അക്കൗണ്ട്, എല്ലാത്തിലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ആ ടോപ്പിക്ക് നിങ്ങൾ അധികം സംസാരിക്കേണ്ട. ലൈക്ക് എനിക്കും അതാണ് പറയാനുള്ളത്. അവർ മ്യൂച്വലി എടുത്തൊരു ഡിസിഷനാണ്. അതിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് അവരെ രണ്ടുപേരും വിഷമിപ്പിക്കേണ്ട. ഡ്രീമർ അവൻ്റെ കഴിഞ്ഞ ലൈവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് ആ ഒരു സെൻസിൽ എടുക്കുക. അതിനെപ്പറ്റി സംസാരിക്കേണ്ട പ്ലീസ്. ചാറ്റിലാണെങ്കിലും അവനെ കാണുമ്പോൾ വിഷമം ബാഡൊക്കെ ആവും. അത് വേണ്ട. അപ്പോൾ അതൊന്ന് പറയണം എന്ന് തോന്നി. ഓക്കെ, അല്ല വാറ് CM-ന്റെ വാറ് CM വാറും പ്രീവാറും അടിച്ചേട്ടാ. വാറും പ്രീവാറും അടിച്ചു. നമ്മളെ പിള്ളേരുണ്ട് കുറച്ച്. വാറ് കഴിഞ്ഞ് കുണ്ണേ ഞാൻ കണ്ടിട്ടല്ലായിരുന്നു. ഞാൻ പൊട്ട മൊണ്ണേ. എന്തായാലും വാറ് ജയിച്ചത് TV ആണ്. നീ പൊട്ടനാണോ അല്ലയോ എന്നൊക്കെ നീ തീരുമാനിച്ചത്. നമുക്ക് അതിലൊരു അഭിപ്രായം പറയാനില്ല. നമ്മളിപ്പോ പറഞ്ഞാൽ ചിലപ്പോൾ ടോക്സിക് ആയിപ്പോ. ഞാൻ ഇപ്പൊ ഇവിടെ ഫേസ് ക്യാം പറഞ്ഞിട്ട് നീ പൊട്ടനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ടോക്സിസിറ്റി ആവൂലേ, അത് ഹേറ്റ് സ്പ്രെഡ് ആവൂലേ? അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കാം, പൊട്ടനാണോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും പിള്ളേരവിടെ ഉണ്ടായിരുന്നിട്ട് പറഞ്ഞില്ലേ അടിച്ച് വായി തന്നായിരുന്നു TV? അവിടെ CM അറിയാവുന്ന പിള്ളേരുണ്ടായിട്ട് ആരും പറഞ്ഞില്ല TV അടിച്ച് വായി തന്നായിരുന്നു. മൊണ്ണേ സ്വന്തം കാര്യം നോക്കിയാൽ പോലെ ബ്രോ. എന്തിനാണ് അയൽക്കൂട്ടം കളിക്കണത്? ആദ്യം അടുത്ത അയൽക്കൂട്ടം ഫിക്സ് ചെയ്യുക, എന്നിട്ട് പോരെ ബാക്കിയുള്ളവരെ ഫിക്സ് ചെയ്യുന്നത്. സ്വന്തം കാര്യം നോക്ക്, സ്വന്തം വാറ് സ്വന്തം കാര്യം നോക്ക്. 5 സ്ട്രീക്കിൽ എന്തോ തോറ്റോണ്ടിരിക്കുകയല്ലേ, അതാദ്യം ഒന്ന് ഫിക്സ് ചെയ്യും. ഗോഡ് ഓഫ് വാർ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗോഡ് ഓഫ് വാർ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ